എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ മാർക്കറ്റിനെക്കുറിച്ച് ഇന്ന് പറയുകയാണെങ്കിൽ വളരെയധികം ആവേശത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തകർച്ചയുടെ ഘട്ടം കഴിഞ്ഞു എന്നുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ ധാരണയാണ് ഇതിന് പ്രേരകം എന്നാണ് തോന്നുന്നത്. കാരണം തകർച്ച കഴിഞ്ഞതായി എല്ലാവരും വിശ്വസിക്കുന്നില്ല. ഇപ്പോഴും ആഗോള അനിശ്ചിതത്വങ്ങൾ ഇനിയും വിപണിയെ ഉലയ്ക്കും എന്ന് തന്നെയാണ് പലരും വിശ്വസിക്കുന്നത്, കരുതുന്നത്. ഏതായാലും 23,000 മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വളരെയധികം ആവേശത്തോടെ അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇന്ന് നിഫ്റ്റി ശ്രമിച്ചത്. പക്ഷെ നടന്നില്ല. 22,940 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്ത് പിന്നീട് കുറച്ച് കൺസോൾട്ടേഷനിലൂടെ താഴേക്ക് വരികയാണ് ചെയ്തത്. കേവലം 60 പോയിൻറ്റിൻ്റെ അകത്താണ് ഇന്ന് നിഫ്റ്റി 23,000 എത്താൻ വേണ്ടി ബാക്കിയുണ്ടായിരുന്നത്. എന്നാൽ തുടർച്ചയായ മൂന്നാം സെഷനിലും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 75,568 എന്നുള്ള സെൻസെക്സ് 75,568 എന്ന ഇൻട്രാഡേ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം 147 പോയിൻറ്റ് കുറഞ്ഞ് 75,449 ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത് സെൻസെക്സ്. അതുപോലെ നിഫ്റ്റി 73 പോയിൻറ്റ് ഉയർന്ന് 22,907 ക്ലോസ് ചെയ്തത്. 22,948 22,808 എന്നുള്ള റേഞ്ചിലാണ് ഇന്ന് നിഫ്റ്റിയിൽ ട്രേഡിംഗ് നടന്നിട്ടുള്ളത്. ശ്രീറാം ഫിനാൻസ്, HDFC ലൈഫ്, അപ്പോളോ ഹോസ്പിറ്റൽസ്, ടാറ്റ സ്റ്റീൽ, അതുപോലെ പവർ ഗ്രിഡ് കോർപ്പറേഷൻ എന്നിവയടക്കം 31 സ്റ്റോക്കുകൾ 3.91% വരെ ഉയർന്നിട്ടുണ്ട്. നേരെ മറിച്ച് ടെക് മഹീന്ദ്ര, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, അതേപോലെ ബ്രിട്ടാനിയ, TCS, ഇൻഫോസിസ്, സൺഫാർമ തുടങ്ങി 19ഓളം സ്റ്റോക്കുകൾ 2.32% വരെ താഴുകയും ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എന്നിവ 2% വീതം ഉയർന്നോടെ ഈ ബ്രോഡർ ഇൻഡെക്സുകൾ ബെഞ്ച് മാർക്കുകളെ മറികടന്നു എന്ന് വേണം പറയാനായിട്ട്. നിഫ്റ്റി FMCGയും IT-യും ഒഴികെയുള്ള NSEയിലെ എല്ലാ സെക്ടറൽ ഇൻഡെക്സുകളും പോസിറ്റീവ് ടെറിട്ടറിയിലാണുള്ളത്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില വീണ്ടും 70-65 എന്നീ ലെവലിലാണ് ട്രേഡിംഗ് നടക്കുന്നത്. അതൊരു ആശ്വാസകരമാണ്. യുക്രൈനിൽ ഭാഗിക വെടിനിർത്തലിന് ഡൊണാൾഡ് ട്രംപും വ്ളാദിമിർ പുടിനും ഇന്നലെ ധാരണയിലെത്തിയെങ്കിലും US മാർക്കറ്റിൽ അത് കാര്യമായ ഒരു മാറ്റമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. മാർക്കറ്റ് കൂടുതൽ ശ്രദ്ധ വച്ചിരിക്കുന്നത് ഇന്ന് ബുധനാഴ്ച US സമയം 2 മണിക്ക് വരുന്ന ഫെഡറൽ റിസർവ് ബോർഡ് തീരുമാനത്തിലാണ്. ഇന്ന് അവർ പലിശ നിരക്ക് കുറയ്ക്കുകയില്ല എന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷേ ഏപ്രിലിലും ജൂണിലുമൊക്കെ കുറയ്ക്കുമോ എന്നാണ് വിപണി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തകർച്ച കഴിഞ്ഞെന്നും അടിത്തട്ടിൽ എത്തിയ വിപണിയിൽ വീണ്ടും വാങ്ങാൻ സമയമായി എന്നും പലരും അവകാശപ്പെടുന്നുണ്ട്, പലരും പറയുന്നുണ്ട്. ആഗോളതലത്തിലെ അനിശ്ചിതത്വങ്ങൾ തുടരുന്നതിനാൽ മാർക്കറ്റ് തിരിച്ചു കയറ്റത്തിലായി എന്ന് കരുതുന്നതിൽ യുക്തിയില്ല എന്നാണ് മറ്റുള്ളവർ പറയുന്നത്. അതിന് ഉദാഹരണമാണ് US മാർക്കറ്റ് ഇന്നലെയും താഴ്ന്നത്. അതുപോലെ ട്രേഡിംഗ് വാർ മൂലം US ഒരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന് കൂടുതൽ നിരീക്ഷകരും ഏജൻസികളും വിലയിരുത്തുന്നുമുണ്ട്. അമേരിക്കയിൽ മാന്ദ്യം അനുഭവപ്പെട്ടാൽ അത് മറ്റുള്ള രാജ്യങ്ങളിലെ വളർച്ച കുറയ്ക്കാൻ ഇടയാക്കുകയും ചെയ്യും. വ്യാപാര യുദ്ധം ആഗോള കയറ്റുമതിയും കുറയ്ക്കും. ഇതെല്ലാം അടുത്ത കുറച്ച് മാസങ്ങളിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ വളർച്ച കുറയ്ക്കും എന്നാണ് സൂചിപ്പിക്കുന്നത്. ഏതായിരുന്നാലും ടോട്ടലി നമുക്ക് ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ദീർഘകാലത്തേക്കുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സോണിലേക്ക് നമ്മുടെ മാർക്കറ്റ് എത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഏതായിരുന്നാലും ഇത്രത്തോളം കാത്തിരുന്ന സ്ഥിതിക്ക് ഷോർട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം എന്നാണ് വിചാരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്നലെ നമുക്ക് വീഡിയോ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മിനിഞ്ഞാന്ന്, അതായത് ഇന്നലെ നമുക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ നമുക്ക് ഇന്ന് വാച്ച് ചെയ്ത് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നാളേക്കുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകളൊന്ന് നമുക്ക് ചെക്ക് ചെയ്യാം.
നമുക്ക് ഇന്നത്തെ ട്രേഡിംഗ് ഡേ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഇന്നലത്തെയാണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത്. നമുക്ക് 74,730 മുകളിലാണ് 1 അവർ ടൈം ഫ്രെയിമിൽ എൻട്രി പറഞ്ഞിട്ട് 1 അവർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം അതായത് 1 അവർ ടൈം ഫ്രെയിമിൽ ഇവിടെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ക്ലോസ് ചെയ്തു. ഇവിടെ നിന്നും ഇന്നലെ സെൻസെക്സ് ഏകദേശം 400 പോയിൻറ്റിൻ്റെ മുകളിലേക്ക് റാലി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സെൻസെക്സ് ഇന്നലെ ആക്റ്റീവായിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇന്നത്തെ നമുക്ക് ഇവിടെയാണ് 9.4 ഇവിടെയാണ് നമുക്ക് ഇന്നത്തെ. അതിനുശേഷം നോക്കുകയാണെങ്കിൽ 48,350 1 അവർ ടൈം ഫ്രെയിമിൽ. പക്ഷേ അതിന് മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് ബാങ്ക് നിഫ്റ്റി ആക്റ്റീവായിട്ടില്ല. നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ സെൻസെക്സിലും നിഫ്റ്റിയിലും ഏകദേശം ഒരേ രൂപത്തിലാണ് നടക്കാറുള്ളത്. പക്ഷേ നോക്കൂ, 22,580 മുകളിലാണ് നമ്മൾ 22,580 റെസിസ്റ്റൻസ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിന് മുകളിലാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിലും ആക്റ്റീവായിട്ടില്ല. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ആക്റ്റീവ് അല്ല. അതേസമയം സെൻസെക്സിൽ നമ്മുടെ ലെവൽ ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നാളെ വ്യാഴാഴ്ചയ്ക്ക് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ആണ്. വ്യാഴാഴ്ചയിലേക്ക് നമുക്ക് ആദ്യം റെസിസ്റ്റൻസ് നോക്കാം. റെസിസ്റ്റൻസ് നമുക്ക് ഇതിനടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ വന്നു കഴിഞ്ഞാൽ അത് പ്രയാസമാണ്. അതുകൊണ്ട് നമുക്ക് നെക്സ്റ്റ് സ്വിംഗ് ആയ ഇതിലേക്ക് വെച്ചാൽ 22,988 വേണ്ട 23,000 എന്നുള്ള ഒരു ലെവൽ, സൈക്കോളജിക്കൽ ലെവലാണല്ലോ, അത് നമുക്ക് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആയിട്ട് വയ്ക്കാം 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ. അതേപോലെ 1 അവറിലേക്ക് മാറ്റുകയാണെങ്കിൽ അത് പിന്നീട് നോക്കാം. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമുക്ക് സപ്പോർട്ടായിട്ട് 22,807 1 അവറിലേക്ക് മാറ്റുമ്പോൾ റെസിസ്റ്റൻസ് ആയിട്ട് 23,140, സപ്പോർട്ട് 22,600. ഓക്കെ, അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ നാളെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തത് സെൻസെക്സിൽ 15 മിനിറ്റ്സിൽ 75,570 ഇതാണ് 15 മിനിറ്റ്സിലെ റെസിസ്റ്റൻസ്. സപ്പോർട്ട് നമുക്ക് 75,190. 1 അവറിലേക്ക് മാറ്റുമ്പോൾ റെസിസ്റ്റൻസ് 75,800, സപ്പോർട്ട് 74,800. 1 അവറിൽ സെൻസെക്സിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ 15 മിനിറ്റ്സിൽ 49,810 49,810 റെസിസ്റ്റൻസ്. സപ്പോർട്ട് 49,320 310 മതി. 1 അവർ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ 50,060 റെസിസ്റ്റൻസ്. 1 അവർ ടൈം ഫ്രെയിമിൽ ബാങ്ക് നിഫ്റ്റിയിൽ 49,810 49,900 1 അവർ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് ബാങ്ക് നിഫ്റ്റിയിൽ. സപ്പോർട്ട് 49,220. 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നമ്മൾ സപ്പോർട്ട് എന്ന് പറയുന്നത് 49,310 അല്ല, 49,540. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് ഇങ്ങനെ വാച്ച് ചെയ്യാം. ഈ 3 ഇൻഡെക്സുകളും നിങ്ങളുടെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്യുക. ഇതുപോലെ ചാർട്ടിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവലുകൾ കൃത്യമായി വരയ്ക്കുക. അത് നാളെ ബ്രേക്കൗട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ റെസ്പെക്റ്റ് ചെയ്ത് റിട്ടേൺ വരികയോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കി പഠിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.